ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് നോമ്പൊക്കെ തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ബ്രെഡ് ബജിയുടെ റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്തിട്ട് ഒരു 3-4 ബ്രെഡ് ഇതുപോലെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിലോട്ട് കുറച്ച് സവാള അരിഞ്ഞതും പച്ചമുളകും വേപ്പിലയും പിന്നെ പൊടികളായിട്ട് ഉപ്പ്, മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ നമ്മൾ കായംപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 സ്പൂൺ കായംപൊടി. അതുപോലെ തന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ സോഡാപ്പൊടി ഉണ്ടെങ്കിൽ ഒരു നുള്ള് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ബജിക്ക് ആവശ്യമായിട്ടുള്ള കടലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3-4 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളൊരു ബജിയുടെ മാവ് പരുവത്തിൽ ഇത് കുഴച്ച് എടുക്കണം. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ആ ബ്രെഡൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഇത് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബജ്ജി കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതൊന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇത് ആവശ്യമില്ലാത്തൊരു സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഈ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ മുറിച്ചിട്ടാൽ നന്നായിരിക്കും. ഇനി ഇത് നല്ല ചൂടായ ഓയിലിലോട്ട് ഇട്ട് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യണത്. അപ്പോൾ സ്പൂണിൽ തന്നെ എടുത്ത് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതുപോലെ അധികം ഫ്ലെയിം കൂട്ടി വെക്കണ്ട, നമുക്കിത് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ഒരു നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ മൊരിച്ചെടുക്കണം. കിഡിലൻ ബജി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സ്ട്രെയിനറിൽ ഇതുപോലെ കോരി മാറ്റാം. ഉണ്ടാക്കാൻ വളരെ സിമ്പിളല്ലേ, അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോമ്പൊക്കെ തുറക്കുമ്പോൾ കറുമുറൊക്കെ അടിച്ച് കഴിക്കാൻ ഈ ഒരു ഐറ്റം മാത്രം മതി ഗൈസ്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കൂടെ മറക്കണ്ട കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ തുറന്നിട്ട് പിന്നെ 2 വെറൈറ്റി ഐറ്റംസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ചെമ്മീൻ വടയാണ്, പിന്നെ കുറച്ച് പൊട്ടാറ്റോയും ബ്രെഡും കൂടെ നമ്മൾ കടലപ്പൊടി മാവിലൊന്ന് മുക്കി പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാ ഒരു ചെമ്മീൻ ബജി എടുത്ത് ഇങ്ങനെ സോസിൽ മുക്കി കഴിച്ച് നോക്കിയാണ്. വാവ്, അടിപൊളി ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവർക്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി കാണുന്നവരേക്കും ബൈ.